വന്നു. കാട്ടിലുള്ള മാവുകളിലെല്ലാം മാമ്പഴം കൊണ്ട് നിറഞ്ഞു. കിളികളും അണ്ണാനും കുരങ്ങുകളും എല്ലാം സന്തോഷത്തോടെ വന്ന് മാമ്പഴം കഴിച്ചു. അങ്ങനെ ഒരു ദിവസം കാട്ടിൽ മാമ്പഴക്കാലം വന്നതറിയാതെ ആമ ഫേസ്ബുക്കിലെ റീൽസും കണ്ടിങ്ങനെ കിടക്കുകയായിരുന്നു. പെട്ടെന്നാണ് ഒരു വീഡിയോ ആമയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. എല്ലാവർക്കും മങ്കി പിങ്കി വ്ലോഗിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് ഒരു സർപ്രൈസുമായാണ് വന്നത്. എന്താണെന്നല്ലേ? വരൂ, കാണിച്ചു തരാം. കണ്ടില്ലേ ഗായ്സ്, നമ്മുടെ കാട്ടിൽ മാമ്പഴക്കാലം വീണ്ടും വന്നിരിക്കുകയാണ്. ഗായ്സ്, എത്രയും പെട്ടെന്ന് വന്നാൽ നിങ്ങൾക്ക് ഈ മാമ്പഴങ്ങളുടെ രുചി ആസ്വദിക്കാം ഗായ്സ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയി വീണ്ടും കാണാം. ബൈ ഗായ്സ്. ഹായ്, മാമ്പഴക്കാലമായോ? ഇപ്പൊ തന്നെ പോവാം. എത്ര കാലമായി മാമ്പഴം കഴിച്ചിട്ട്. അങ്ങനെ നമ്മുടെ ആമക്കുട്ടൻ കൊതിയോടെ മാമ്പഴം കഴിക്കാൻ പുറപ്പെട്ടു. ഹായ്, ഇത്തവണ ഒരുപാടുണ്ടല്ലോ. ഇത് തിന്നാൻ എന്ത് രസമായിരിക്കും. കണ്ടിട്ട് കൊതിയാവുന്നു. ആ കുരങ്ങനോട് തന്നെ ചോദിക്കാം. ഹായ് ചേട്ടാ, കുറച്ച് മാമ്പഴം എനിക്ക് കൂടെ താഴേക്കിട്ട് തരുമോ? കുറേ കാലമായി മാമ്പഴം തിന്നിട്ട്. ഞാൻ നിങ്ങളുടെ വ്ലോഗ് കണ്ടിട്ട് വന്നതാ. ഓ, അപ്പടിയാ. അപ്പൊ ഇവിടത്തെ നിയമങ്ങളൊന്നും അറിയില്ല അല്ലേ? എന്ത് നിയമം? ഈ മാമ്പഴങ്ങളൊന്നും ആമയ്ക്ക് തിന്നാൻ പറ്റില്ല. അതാണ് കാട്ടിലെ നിയമം. നീ ഏതെങ്കിലും കുളത്തിലോ പുഴയിലോ പോയി വല്ല പായലോ ചെറുമീനുകളെ വശിക്കാൻ നോക്ക്. ആരും അറിയില്ല. ഞാൻ ആരോടും പറയില്ല. ഒരു മാങ്ങയെങ്കിലും താ പ്ലീസ്. ഒരു പ്ലീസും ഇല്ല. വേഗം വിട്ടോ. ഇത് കേട്ട ആമയ്ക്ക് സങ്കടമായി. അവൻ അവിടെ നിന്ന് നടന്നു. എങ്ങനെയെങ്കിലും ഒരു മാമ്പഴം കഴിക്കണം. എവിടുന്നെങ്കിലും കിട്ടാതിരിക്കില്ല. അങ്ങനെ ആമക്കുട്ടൻ നടന്ന് നടന്ന് ഒരു തത്തമ്മ ഇരിക്കുന്ന മരത്തിന് ചുവട്ടിലെത്തി. തത്തമ്മ കൊമ്പിലിരുന്ന് മാമ്പഴം കഴിക്കുകയായിരുന്നു. തത്തമ്മയെ കണ്ടതും ആമക്കുട്ടൻ ചോദിച്ചു, തത്തമ്മേ, തത്തമ്മേ, എനിക്കൊരു മാമ്പഴം പറിച്ചു തരുമോ? കുറേ കാലമായി ഒരു മാമ്പഴം തിന്നിട്ട്. പിന്നെ എനിക്ക് മാമ്പഴമൊക്കെ വലിയ ഇഷ്ടമാണ്. ഇത് കേട്ടതും ആമയ്ക്ക് സങ്കടായി. കാരണം ആമയ്ക്ക് മരം കയറാൻ അറിയില്ലല്ലോ. നീ അല്ലേ വലിയ ഓട്ടക്കാരൻ? ഞാനോ? അതെ, ആ ഓട്ടക്കാരൻ മുയലിനെ ഓട്ട മത്സരത്തിൽ ഓടി തോൽപ്പിച്ചത് നീയല്ലേ? നല്ല ആരോഗ്യമുണ്ടല്ലോ. പിന്നെ എന്തിനാ ഇങ്ങനെ എല്ലാവരോടും യാചിക്കുന്നത്? മരത്തിൽ ഓടിക്കേറി പറിച്ചു തിന്നാൻ നോക്ക്. ഞാൻ തരില്ല. ഇതും പറഞ്ഞു തത്തമ്മ പോയി. ആമ സങ്കടത്തോടെ വീണ്ടും നടന്നു. എല്ലാരും മാമ്പഴം കഴിക്കുന്നു, എനിക്ക് മാത്രം കിട്ടുന്നില്ല. ചോദിച്ചിട്ടാണെങ്കിൽ ആരും തരുന്നുമില്ല. എങ്ങനെയെങ്കിലും മരത്തിൽ കയറി മാമ്പഴം പറിക്കണം. തത്തമ്മ പറഞ്ഞതുപോലെ മരത്തിലൊന്ന് കയറി നോക്കിയാലോ? അങ്ങനെ ആരുമില്ലാത്തൊരു മാവിന്റെ അടുത്ത് ആമക്കുട്ടൻ എത്തി. ആരുമില്ല. എങ്ങനെയെങ്കിലും മുകളിലെത്തിയാൽ മാമ്പഴം കഴിക്കാം. ഹായ്. ഇതും പറഞ്ഞ ആമക്കുട്ടൻ മരം കയറാൻ തുടങ്ങി. പക്ഷെ മരം കയറാൻ അറിയാത്ത ആമയ്ക്കുണ്ടോ മരം കയറാൻ കഴിയുന്നു? ആമ നടുവും കുത്തി താഴെ വീണു. അയ്യോ അമ്മച്ചിയെ, എന്റെ നടുവേ. ഇനി എന്ത് ചെയ്യും? എങ്ങനെയെങ്കിലും മാമ്പഴം കഴിക്കണമെന്ന് നമ്മുടെ ആമക്കുട്ടന് ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ ഒന്നും നടക്കാതെ വന്നപ്പോൾ ഒന്ന് വിഷമമായി. ഇപ്പോഴാണ് അതുവഴി ഒരു എലി നടന്നു വന്നത്. ഒന്നുമില്ല. എന്താണെങ്കിലും പറയൂ, നമുക്ക് പരിഹാരമുണ്ടാക്കാം. ആമ നടന്ന കാര്യങ്ങളെല്ലാം എലിയോട് പറഞ്ഞു. അപ്പോൾ അതാണ് കാര്യം. ഈ കാട്ടിൽ ഇനി ആമച്ചാരെ സഹായിക്കാൻ ഒരാൾക്ക് കഴിയൂ. ഏതാൾക്ക്? മൂങ്ങസന്യാസി. അയ്യോ, എനിക്ക് പേടിയാ. പേടിക്കാനൊന്നുമില്ല. മൂപ്പർ എന്തായാലും ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരും. ധൈര്യമായിരിക്കെ, ഞാനും കൂടെ വരാം. അങ്ങനെ രണ്ടുപേരും കൂടി മൂങ്ങസന്യാസിയെ കാണാൻ പോയി. അവിടെ ധ്യാനത്തിൽ മുഴുകിയിരിക്കുകയായിരുന്നു നമ്മുടെ മൂങ്ങസന്യാസി. നമസ്കാരം ചേട്ടാ, സുഖമാണോ? അല്ല, ആരിത്?
ചുണ്ടലിയോ? കുറെ കാലമായല്ലോ കണ്ടിട്ട്. ആരാ ഇത്? ആ, പരിചയപ്പെടുത്താൻ മറന്നു. ഇതെന്റെ ഒരു കൂട്ടുകാരനാ. ഇങ്ങേർക്കൊരു പ്രശ്നം. ആ, പ്രശ്നമുണ്ടാവുമ്പോഴാണല്ലോ നീയൊക്കെ ഇങ്ങോട്ട് വരാറ്. വന്ന കാര്യം പറയൂ. ആമ നടന്ന കാര്യങ്ങളെല്ലാം മൂങ്ങ സന്യാസിയോട് പറഞ്ഞു. മരങ്ങളിൽ നിന്നും എനിക്ക് മാമ്പഴം പറിച്ചു കഴിക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്ക് അതിന് കഴിയുന്നില്ല. ആരും എന്നെ സഹായിക്കുന്നുമില്ല. ഓ, അപ്പോൾ അതാണ് കാര്യം. നിന്റെ ആഗ്രഹം സഫലമാക്കാൻ ഞാൻ ഒരു മന്ത്രം പറഞ്ഞു തരാം. അത് 2 തവണ മന്ത്രിച്ചാ മതി. ഏത് മരത്തിലെ മാമ്പഴവും താഴെ വീഴും. എന്നാൽ എനിക്ക് ആ മന്ത്രം ഒന്ന് പഠിപ്പിച്ചു തരൂ, വേഗം. കജട തബട ഹം ഹും ദിം എന്ന് 3 തവണ മന്ത്രിക്കണം. നിനക്ക് ഏത് മരത്തിന് മുകളിലുള്ള മാമ്പഴമാണോ വേണ്ടത്, ആ മരത്തിന്റെ ചുവട്ടിൽ നിന്ന് തന്നെ വേണം മന്ത്രം ഉരുവിടാൻ. കേട്ടല്ലോ? അങ്ങയോട് എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. നന്ദി ഒന്നും വേണ്ട. നീ പറിക്കുന്നതിൽ കുറച്ച് മാമ്പഴങ്ങൾ ഇവിടെ എത്തിച്ചു തന്നാൽ മതി. തീർച്ചയായും. അങ്ങനെ മൂങ്ങ സന്യാസി പറഞ്ഞു കൊടുത്ത മന്ത്രം ഒരു മാവിന്റെ ചുവട്ടിൽ പോയി പരീക്ഷിക്കാൻ ആമക്കുട്ടൻ തീരുമാനിച്ചു. ആ മാവിൽ കുരങ്ങനും തത്തയും ഉണ്ടായിരുന്നു. കുരങ്ങച്ച, നമ്മൾ മരത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് തന്നെ കഴിക്കാൻ മാമ്പഴമില്ല. അപ്പോഴാ ഓരോ കുളത്തിലും കരയിലും ജീവിക്കുന്ന കണ്ട ആമകൾക്കൊക്കെ മാമ്പഴം തിന്നാൻ ഒരു പൂതി. ആ, അതെ അതെ, അവർക്കൊക്കെ ആ പുഴയിലെ മീനൊക്കെ തിന്ന് ജീവിച്ചാ പോരെ? ഓരാ, എനിക്ക് മാമ്പഴം തിന്നണം. ഞാൻ തിന്നിട്ടേ ഇവിടെ നിന്ന് പോകൂ. ഓ പിന്നെ, എന്നാ പിന്നെ അതൊന്ന് കാണണമല്ലോ. അങ്ങനെ മൂങ്ങ സന്യാസി പറഞ്ഞു കൊടുത്ത മന്ത്രം ഒരു മാവിന്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് ആമ 3 പ്രാവശ്യം ഉരുവിട്ടു. കജട തബട ഹം ഹും ദിം, കജട തബട ഹം ഹും ദിം, കജട തബട ഹം ഹും ദിം. അത്ഭുതമെന്ന് പറയട്ടെ, മാങ്ങകളെല്ലാം നിലത്തു വീണു. കൂടെ അവരും. ഹായ്, ഇതിനെന്ത് രസമാണ്. അടിപൊളി. ഇത്രയും രുചിയുള്ള മാമ്പഴമാണോ നിങ്ങൾ എന്നോട് കഴിക്കണ്ട എന്ന് പറഞ്ഞത്? അത് പിന്നെ ഇനി ഒരാൾ സഹായം ചോദിച്ചു വരുമ്പോൾ അവരെ മടക്കി അയക്കരുത്, കേട്ടല്ലോ? ഇല്ല, ഇനി ഞങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അങ്ങനെ അന്നു മുതൽ കുരങ്ങനും തത്തയും എല്ലാവരെയും സഹായിക്കാൻ തുടങ്ങി. ആമ അവരുടെ ഒരു നല്ല സുഹൃത്തായി മാറി. പണ്ടൊരു കാട്ടിൽ ഒരു വയസ്സൻ സിംഹം താമസിച്ചിരുന്നു. സിംഹത്തിന് പ്രായമായതുകൊണ്ട് തന്നെ വേട്ടയ്ക്ക് പോകാൻ കഴിയാതെയായി. അതുകൊണ്ട് തന്നെ സിംഹത്തിന് വേണ്ട ആഹാരം ഗുഹയിൽ എത്തിക്കേണ്ട ചുമതല മന്ത്രിയായ കുറുക്കനായിരുന്നു. ഒരു ദിവസം പ്രഭു. ആ, മന്ത്രി വന്നോ? ഓ പ്രഭു, അങ്ങേക്ക് വേണ്ടി ഞാൻ ഇന്ന് ഈ കാട് മുഴുവൻ പരതി ഒരു മുട്ടനാടിനെ പിടിച്ചു. ആഹാ, കുറെ കാലമായി മട്ടൻ ഫ്രൈ കഴിച്ചിട്ട്. എന്നിട്ട് ആട് എവിടെ? അത് പിന്നെ ദാ ഇവിടെ എത്താൻ നേരം മുട്ടനാട് എന്റെ വയറ്റിനിട്ട് മുട്ടുകാല് കൊണ്ടൊരു തട്ട് തട്ടി ഒരൊറ്റ ഓട്ടം. സബാഷ്, അപ്പോ ഇന്നും കഞ്ഞിയല്ലേ? പ്രഭു, പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്. അങ്ങയുടെ ആരോഗ്യനില ദിനം പ്രതി വഷളായിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കാണെങ്കിൽ ഒറ്റയ്ക്ക് അങ്ങേക്കുള്ള ഭക്ഷണം കൂടി എത്തിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാനും പട്ടിണിയിലാണ്. അതേ മന്ത്രി, ഞാൻ ഇന്ന് അതിനെപ്പറ്റി ചിന്തിക്കുകയായിരുന്നു. ഇങ്ങനെ കഴിഞ്ഞതായിരുന്നു നമ്മൾ. മട്ടന് മട്ടൻ, ചിക്കന് ചിക്കൻ. ഇപ്പോഴിതാ, അതൊക്കെ ഒരു കാലം. അങ്ങ് വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. വേട്ടയാടൽ എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റുന്നില്ല, അതാ. എനിക്ക് എന്റെ ആ പഴയ യുവത്വം തിരികെ വേണം മന്ത്രി. ഇല്ലെങ്കിൽ ഞാൻ ഈ കാട്ടിൽ പട്ടിണി കിടന്ന് മരിക്കും. ഇത് തന്നെ തക്കം. ആ ചെന്നായെ കൂട്ടുപിടിച്ച് ഒരു കളി കളിക്കാം. അങ്ങ് വിഷമിക്കണ്ട. അങ്ങയുടെ പ്രായത്തിന്റെ പ്രശ്നം പരിഹരിക്കാൻ പറ്റിയ ഒരു കാട്ടുവൈദ്യൻ നമ്മുടെ കാട്ടിൽ വന്നിട്ടുണ്ട്. അങ്ങ് സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ ആ കാട്ടുവൈദ്യനെ പോയി കണ്ട് കാര്യങ്ങൾ സംസാരിക്കാം. ആണോ? എന്നാൽ ഉടൻ തന്നെ ആ വൈദ്യനെ പോയി കണ്ട് കാര്യങ്ങൾ സംസാരിക്കൂ. ഉത്തരവ് പ്രഭു. ഇതും പറഞ്ഞ് കുറുക്കൻ അവിടെ നിന്നും പോയി. ആ വയസ്സൻ സിംഹത്തിന് വേണ്ടി വേട്ടയാടി എന്റെ നടുവൊടിഞ്ഞു. മട്ടൻ ഫ്രൈ വേണം പോലും. കിളവന്റെ ഒരു പൂതി കാണിച്ചു കൊടുക്കാം.
ആരിത്? എന്താണ് രാജമന്ത്രിയായ അങ്ങ് ഈ അടിയന്റെ കൂരയിൽ? എന്തെങ്കിലും കാര്യമില്ലാതെ ഞാൻ നിന്നെ കാണാൻ വരില്ല എന്ന് നിനക്കറിയില്ലേ? ആ, അതറിയാം. വാ, വന്ന കാലിൽ പുറത്തു നിൽക്കാതെ അകത്തേക്ക് ഇരിക്കി. ഒന്നും പറയണ്ട, ഞാനൊരു വലിയ പ്രശ്നത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. ഓഹോ, എന്താ കാര്യം? നിന്റെ മന്ത്രിസ്ഥാനം തെറിച്ചോ? ഇതിലും ഭേദം അതായിരുന്നു. നീ കാര്യം തെളിച്ചു പറ. നിനക്കറിയില്ലേ, രാജാവിന് വയസ്സായി. അതെ, അതുകൊണ്ട് നിനക്ക് നല്ല സുഖമല്ലേ? 4 നേരം ഇഷ്ടഭക്ഷണവും ഉറക്കം. ആ വയസ്സൻ സിംഹത്തിന് ഭയങ്കര വാശിയാ. മട്ടൻ മാത്രമേ കഴിക്കൂ. ഞാനാണേൽ ആടിനെ തേടി അലഞ്ഞു മടുത്തു. ഓ, കഷ്ടം തന്നെ. ഞാൻ എന്റെ അവസ്ഥ സിംഹരാജാവിനെ അറിയിച്ചു. അപ്പൊ അദ്ദേഹത്തിന് തന്റെ യുവത്വം തിരികെ വേണം. അത് കിട്ടിയാ പിന്നെ അദ്ദേഹം വേട്ടയ്ക്ക് ഇറങ്ങിക്കോളാം എന്ന് പറഞ്ഞ്. ആ, ബെസ്റ്റ്. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞു, അങ്ങയുടെ പ്രായത്തിന്റെ പ്രശ്നം പരിഹരിക്കാൻ പറ്റിയ ഒരു കാട്ടുവൈദ്യൻ നമ്മുടെ കാട്ടിൽ വന്നിട്ടുണ്ട്. അങ്ങ് സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ ആ കാട്ടുവൈദ്യനെ പോയി കണ്ട് കാര്യങ്ങൾ സംസാരിക്കാമെന്ന്. അടിപൊളി. എന്നാൽ വേഗം പോയി ആ വൈദ്യനെ കണ്ട് കാര്യങ്ങൾ സംസാരിക്കേ. ആ കാട്ടുവൈദ്യൻ വേറെ ആരുമല്ല, നീയാ. ഞാനോ? ഓഹോ, എന്നെ കൊലയ്ക്ക് കൊടുക്കാനുള്ള തന്ത്രം. ഹേ, നീ ഇങ്ങനെ ഡെസ്പാവാതെ. എനിക്ക് പിന്നെ വേറെ ആരാണുള്ളത്? എന്ത്? കൊലയ്ക്ക് കൊടുക്കാനോ? അല്ല, എന്നെ സഹായിക്കാൻ വേറെ ആരാണുള്ളത്? ആ വയസ്സൻ സിംഹരാജാവിന്റെ കയ്യിൽ നിന്നും എങ്ങനെയെങ്കിലും നീ എന്നെ രക്ഷിക്കണം. പണിയെടുത്തു മടുത്തു. അല്ല, ഇതിൽ ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? നീ ഒരു വൈദ്യന്റെ വേഷം കെട്ടി ഗുഹ വരെ ഒന്ന് വരണം. എന്തെങ്കിലുമൊക്കെ കുത്തിക്കലക്കി അത് രാജാവിന് കൊടുക്കണം. എന്നിട്ട് രാജാവിനോട് ഇനി മുതൽ എല്ലാ ദിവസവും ചെറിയ ജീവികളെ സ്വന്തമായി വേട്ടയാടി പിടിച്ച് കഴിക്കാനും അതിലൊരു പങ്ക് പഞ്ചാടിക്കുന്നിൽ കൊണ്ടുപോയി വെക്കാനും പറയണം. അത് നമുക്ക് അടിച്ചു മാറ്റാം. ഇതൊക്കെ അയാൾ വിശ്വസിക്കുമോ? ഇതിലൊക്കെ ഭയങ്കര വിശ്വാസമുള്ള ആളാണ്. നീ ഞാൻ പറഞ്ഞതുപോലെ ചെയ്താ മതി. നിനക്കും ദിവസം പട്ടിണി കിടക്കാതെ ജീവിക്കാം. എന്നാൽ നീ ധൈര്യമായി രാജാവിന്റെ അടുത്തേക്ക് വിട്ടോ. ഞാൻ വേഷം മാറി അങ്ങോട്ട് വന്നോളാം. അങ്ങനെ ഇതും കേട്ട് കുറുക്കൻ സിംഹത്തിന്റെ ഗുഹയിലേക്ക് പോയി. സിംഹവും കുറുക്കനും കാട്ടുവൈദ്യനെ കാത്തിരിക്കുകയായിരുന്നു. കുറെ നേരം കഴിഞ്ഞിട്ടും കാട്ടുവൈദ്യനെ കാണാതായപ്പോൾ സിംഹം കുറുക്കനോട് ചോദിച്ചു, മന്ത്രി, എവിടെ നിങ്ങൾ പറഞ്ഞ കാട്ടുവൈദ്യൻ? സമയം ഇത്രയായിട്ടും കണ്ടില്ലല്ലോ. അല്ല, വരും. അങ്ങേക്കുള്ള മരുന്നുണ്ടാക്കുകയായിരിക്കും. അതിനെന്നെ കണ്ടില്ലല്ലോ. എന്റെ സുഖവിവരങ്ങൾ അറിയാതെ എന്നെ കാണാതെയാണോ മരുന്നുണ്ടാക്കുന്നത്? അതെ, അല്ല, അത് ഞാൻ അങ്ങയെ പറ്റി പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ. അതുപോരെ. പിന്നെ ചെറിയ വൈദ്യനൊന്നുമല്ല, വലിയ ശക്തിയുള്ള വൈദ്യനാണ്. നമസ്കാരം. ഇയാളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഹേയ്, കാണാൻ വഴിയില്ല. വൈദ്യൻ ഈ കാട്ടിൽ ആദ്യമായിട്ടാ അല്ലേ? അതെ, ഞാൻ ഇതിനു മുമ്പ് പാകിസ്ഥാനിലെ കാട്ടിലായിരുന്നു. ഒരാഴ്ചയായി എത്തിയിട്ട്. വിശേഷങ്ങൾ പിന്നെ പറയാം. ചികിത്സ നടക്കട്ടെ. ശ്വാസമൊന്ന് ആഞ്ഞു വലിച്ചേ. ആ, വിട്ടോ. ഇനി വലിക്കാൻ ചിലപ്പോൾ ആളുണ്ടാവില്ല. വലിയ കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല. വയസ്സായാൽ എല്ലാവർക്കും ഉണ്ടാകുന്ന ചില പ്രോബ്ലംസ്. അത് കാര്യമാക്കേണ്ടതില്ല. നമ്മൾ യുവത്വം തിരികെ പിടിക്കാൻ പോകുകയല്ലേ. സത്യമാണോ നിങ്ങൾ ഈ പറയുന്നത്? പിന്നല്ലാതെ. അതിനുള്ള മരുന്നും വിദ്യകളുമായല്ലേ ഞാൻ വന്നിരിക്കുന്നത്. ഇതാണ് മാന്ത്രിക രസായനം. ഇത് ദിവസവും 2 ടീസ്പൂൺ വീതം കഴിക്കണം. ഇത് കഴിച്ചാൽ യുവത്വം തിരിച്ചു കിട്ടുമോ? അങ്ങനെ ഇത് മാത്രം കഴിച്ചാൽ യുവത്വം തിരിച്ചു പിടിക്കാൻ കഴിയില്ല. ഇതിന്റെ കൂടെ ഇനി മുതൽ തീരെ ചെറിയ മൃഗങ്ങളെ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. അത് രാജാവ് തന്നെ വേട്ടയാടി പിടിക്കുകയും വേണം. എന്നാലേ ഫലം ചെയ്യും. അത് മാത്രം പോരാ. പിന്നെ അങ്ങ് എന്ത് വേട്ടയാടിയാലും അതിലൊരു പങ്ക് മഞ്ചാടിക്കുന്നിൽ കൊണ്ടുവെക്കണം. അത് വിശന്നു വലഞ്ഞു വരുന്നവർക്കുള്ള ഒരു സമർപ്പണമായി കണ്ടാൽ മതി. ഇങ്ങനെയൊക്കെ ചെയ്താൽ എന്റെ യുവത്വം തിരിച്ചു കിട്ടുമോ? തീർച്ചയായും കിട്ടും. കാട്ടുവൈദ്യന്റെ വാക്കുകൾ കേട്ട സിംഹം തന്റെ ക്ഷീണം വകവെക്കാതെ വേട്ടയാടാൻ തുടങ്ങി. അതിലൊരു പങ്ക് മഞ്ചാടിക്കുന്നിൽ കൊണ്ടുപോയി വെക്കാനും മറന്നില്ല. ഇതെല്ലാം മറഞ്ഞു നിന്ന് ബുദ്ധിമാനായ ഒരു മുയൽ കാണുന്നുണ്ടായിരുന്നു. മുയൽ സിംഹം പോകുന്ന വഴി ഓടിച്ചെന്ന് കാര്യങ്ങൾ പറഞ്ഞു.
അങ്ങേ ആ കള്ളക്കുറുക്കനും ചെന്നായും കൂടി പറ്റിക്കുകയാണ്. അങ്ങ് വേട്ടയാടി കൊണ്ടു കൊടുക്കുന്ന ഭക്ഷണം അവരാണ് കഴിക്കുന്നത്. ഇപ്പോൾ എന്റെ കൂടെ വന്നാൽ ഞാൻ കാണിച്ചു തരാം. സിംഹം മുയൽ പറഞ്ഞത് സത്യമാണോ എന്നറിയാൻ മുയലിന്റെ കൂടെ പോയി നോക്കി. അവരൊരു പാറയുടെ പിറകിൽ ഒളിച്ചു നിന്നു. മണ്ടനായ ഒരു രാജാവുള്ളത് കൊണ്ട് ബുദ്ധിമാന്മാരായ നമുക്ക് ഇങ്ങനെ പണിയെടുക്കാതെ ജീവിതകാലം മുഴുവൻ കഴിഞ്ഞുകൂടാ. അപ്പോൾ നമ്മൾ തുടങ്ങുകയല്ലേ? തുടങ്ങാം. നിങ്ങൾ പറ്റിച്ചത് ഈ കാടിന്റെ രാജാവിനെയാണ്. അങ്ങനെ കുറുക്കനും ചെന്നായിയും ഒരു പാഠം പഠിച്ചു.